ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നാളുടെ അടിപൊളി ഒരു വെറൈറ്റി റൈസ് ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. വെണ്ടയ്ക്കയും മുട്ടയൊക്കെ വെച്ചുണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റി റൈസ് ആണ്. നല്ല കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്ക്, അവരൊക്കെ അറിയാതെ അങ്ങനെ കഴിച്ചു പോകും കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാനിൽ ഞാൻ ഒരു പീസ് ബട്ടർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ബട്ടർ ഇല്ലെങ്കിൽ ചാരമുള്ള നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. അപ്പൊ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 4-5 വെണ്ടയ്ക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇതുപോലെ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഒരു ഐറ്റം നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല കിടിലം ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ്. പിന്നെ നമ്മുടെ പരിപാടി, അതായത് നമ്മുടെ ജോലി പെട്ടെന്ന് എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രം മതി, ഇനി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ ഉച്ചയൂണ് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പൊ ദാണ്ടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ആ വഴുവഴുപ്പൊക്കെ മാറി വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതുപോലെയാണ് നമുക്കൊന്ന് കിട്ടേണ്ടത്. അപ്പൊ ഈ ഒരു പരുവം വരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതാണ്ട് കണ്ടോ, ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നേക്കുന്നത് കണ്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുനുകുനാന്നരിഞ്ഞ ഒരു സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാളയാണ് എടുത്തത്, ഒരുപാട് വലുതൊന്നും വേണ്ട. അത് മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതേ മുന്നേ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞെടുത്തതോ ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ലടോ, ഒന്ന് വെന്താ മതി. അപ്പൊ അതാണ് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ആ വെളുത്തുള്ളി എല്ലിന്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഞാൻ പറഞ്ഞ പോലെ നല്ല കുനുകുനാന്ന് അരിഞ്ഞു വേണം കേട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കാന്. ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിന്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളിയും നല്ല പോലെ വെന്ത് കിട്ടണം കേട്ടോ. അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ അതാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം, വളരെ കുറച്ച് മാത്രം കേട്ടോ. അപ്പൊ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമല്ലോ, അതുവരെയും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ മുളക് പൊടി ഞാൻ ചേർത്തപ്പം ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞു, പക്ഷെ 2 വട്ടം ചേർത്തല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് അതിലകത്ത് ആദ്യം അര ടീസ്പൂൺ വെച്ചിട്ടാട്ടോ ഞാൻ 2 വട്ടം ഇട്ടത്. ഞാൻ എടുത്തു പറയാൻ കാര്യമേ, ചിലര് കമന്റ് ഇടുന്ന കാണാം, എന്താ കുട്ടി പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ചിലപ്പോ നെഗറ്റീവ് കമന്റുകളൊക്കെ വരുന്ന കാണാം കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. അപ്പൊ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റി എടുക്കുമ്പോഴേക്കും പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പൊ ദാണ്ടെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഈ മസാല എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഒക്കെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ആ മുട്ടയൊക്കെ ഒന്ന് ചിക്കിയെടുക്കാം. അപ്പൊ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് മുട്ട വേണമെങ്കിൽ കുറച്ചൊന്ന് വെന്തതിന് ശേഷം ചിക്കിയെടുത്താൽ മതി. ഞാനിപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെയാണ് ചിക്കിയെടുക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ വേവുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ചിക്കി ചിക്കി എല്ലാം കൂടെ മസാലയായിട്ട് ചേർത്ത് ഒന്ന് ചിക്കി എടുത്തിട്ട് നല്ലപോലെ അങ്ങ് വേവിച്ചെടുക്കുകയാണ്. അപ്പം മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെയും നമുക്ക് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പൊ ദാണ്ടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത മസാലയായിട്ട് നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നന്നായിട്ട് ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പൊ ദാണ്ടെ ഈ ഒരു മസാല, ഈ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. അരി നമ്മൾ വേവിച്ചപ്പോഴേ അതിലേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കൂട്ടിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് ഇളക്കി കൊടുക്കാം.
ഇപ്പൊ ദാണ്ടെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ. ഞാൻ ബിരിയാണി റൈസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറിയ അരി ഉണ്ടല്ലോ, കൈമ റൈസ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ബസ്മതി റൈസോ ഏത് അരി വേണമെങ്കിലും ഏത് അരിയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി എടുക്കാം. കുറച്ചും കൂടെ എളുപ്പത്തിന് തലേന്ന് രാത്രി വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിന് കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് ഇപ്പം തന്നെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അരി വേവിക്കുമ്പോഴേ കുക്കറിൽ ഇപ്പൊ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത്, ഇപ്പൊ 1 കപ്പ് അരി ആണെങ്കിൽ 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഒറ്റ വിസിൽ കേട്ടാൽ മതി, ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ നല്ല പോലെ ഇതുപോലെ ഇനി അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ സാധാരണ നമ്മള് ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ചോറുണ്ടല്ലോ, സാധാരണ അരി, ആ ചോറ് കുറച്ച് ബാക്കി വന്നാൽ രാത്രി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ, അത്രയ്ക്കും നല്ല ടേസ്റ്റും ആണ് കേട്ടോ. കാണാനും ഭംഗിയാണ്, ടേസ്റ്റും അത്രയ്ക്കും നല്ലതാണ്. അപ്പൊ അതാണ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിന്റെ മണ്ടയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ഇരിക്കട്ടെ. ആ മസാലയൊക്കെ നമ്മുടെ ആ ഒരു ചോറിലൊന്ന് പിടിച്ചു വരട്ടെ. അപ്പൊ അതാണ്ട് 2 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അരി ഇവിടെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ഒരു വെറൈറ്റി റൈസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെണ്ടയ്ക്ക കഴിക്കാത്തവർക്ക് പോലും ഇത് ഇഷ്ടാവുന്നു. നിങ്ങൾ വീട്ടിൽ വെണ്ടയ്ക്ക കഴിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അവരെന്തായാലും ഇത് കഴിക്കും കേട്ടോ, ഉറപ്പാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.